സോണിയ കുടുംബത്തെ ഇതുവരെ വിവാദങ്ങളിൽ ഉൾപ്പെടാതെ അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയാറുണ്ട്. എന്നാൽ ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും നിരവധി വിഷയങ്ങൾ പൊതുമധ്യത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വിഷയം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട് സാർ? ശരിക്കും നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുലും ഒക്കെ പ്രതിപട്ടികയിൽ പേര് ചേർക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിനുണ്ടായ ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഇവർക്കെതിരെയുള്ള ആഖ്യാനങ്ങൾ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മധ്യത്തിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, മുഴങ്ങി കേൾക്കുന്നു എന്നുള്ളതാണ്. ഇത്ര നാളും സോണിയ കുടുംബം ഒരു വിശുദ്ധ പശുവായിരുന്നു. അവർക്കെതിരെ ആരും ഒന്നും സംസാരിച്ചിരുന്നില്ല. ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കില്ലെന്നോ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല എന്നും ഒക്കെയുള്ള ഒരു പരാതിയുണ്ട്. ഞാൻ അതിനെ നിഷേധിക്കുന്നുമില്ല. പക്ഷേ തിരിച്ച് സോണിയാഗാന്ധിയും അതുതന്നെയാണ്. സോണിയാഗാന്ധി പത്രക്കാരെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് അത് കൊറിയോഗ്രാഫ്ഡ് പത്രസമ്മേളനങ്ങളാണ്. അതുപോലെ രാഹുൽ ഗാന്ധി ആണെങ്കിലും പത്രക്കാരെ വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ ഇലക്ഷൻ കാലത്ത് പത്രക്കാരുടെ ജാതി വരെ അദ്ദേഹം ചോദിച്ചു. ആ രീതിയിലാണ് അദ്ദേഹം ഇടപെടുന്നത്. പക്ഷെ അപ്പോഴൊക്കെ തന്നെ അവര് ഏതാണ്ട് നമ്മൾ അവരോട് ചോദ്യം ചോദിക്കാൻ പാടില്ല, അവരെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം അവർ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച കുടുംബമാണ്. അവർ വ്യക്തിപരമായി ഒന്നും എടുക്കുന്നില്ല. അവരുടെ ഇപ്പം മോത്തിലാൽ നെഹ്റുവിന്റെ കാലം തൊട്ടുള്ള ത്യാഗങ്ങളുടെ കഥ കോൺഗ്രസ്സുകാർ എപ്പോഴും പറയും. അതായത് സ്വരാജ് ഭവൻ രാഷ്ട്രത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. അങ്ങനെയുള്ള ഒരുപാട് ത്യാഗങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്നവനെയും സംശയം പ്രകടിപ്പിക്കുന്നവരെയും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി വായടപ്പിക്കുക എന്നൊരു തന്ത്രമാണ് കോൺഗ്രസ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ നാഷണൽ ഹെറാൾഡ് കേസ് വരുന്ന ദിവസങ്ങളിൽ ഹിയറിങ്ങിൽ വരുമ്പോൾ ഒരുപാട് അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ കബോർഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് അസ്ഥികൂടങ്ങൾ അതെല്ലാം പുറത്തു ചാടും. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, സ്കെലിറ്റൻസ് ഫ്രം ദ കബോർഡ് വിൽ ഫോൾ ഡൗൺ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കണ്ടു. ഈ കേസിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരായ ദിഗ്വിജയ് സിംഗ്, അതുപോലെ തന്നെ ഇമ്രാൻ പ്രതാപ് ഗഡി, പവൻ ഖേഡ തുടങ്ങിയവരൊക്കെ തന്നെ അരി എത്ര എന്നുള്ള ചോദ്യത്തിന് പയർ അഞ്ഞാഴി എന്നുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് 1930 തൊട്ട് നെഹ്റു കുടുംബം സമൂഹത്തിന് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതല്ലാതെ ഇങ്ങോട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡിന്റെ അസറ്റുകളിൽ നിന്നും ഒരു പൈസ പോലും സോണിയയോ രാഹുലോ ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്നുള്ള ലാഭങ്ങളൊന്നും ചെലവാക്കിയിട്ടില്ല. ഇതൊന്നും അല്ലല്ലോ ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുന്നത്. ചോദ്യത്തിന്റെ മറുപടി, നിങ്ങൾ ഇവിടെ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അതായത് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി ആയിരുന്നു 1930 തൊട്ട് ഈ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥാവകാശമുള്ള കമ്പനി. അപ്പോൾ ആ കമ്പനി പിന്നീട് യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനി, അതിൻ്റെ 76% ഷെയർ രാഹുലിനും സോണിയാഗാന്ധിക്കും കൂടാണ്. ബാക്കി ഷെയറുകൾ ഒന്ന് ഓസ്കാർ ഫെർണാണ്ടസിനും മറ്റൊരു കോൺഗ്രസ് നേതാവിനുമാണ്. അപ്പോൾ ഈ കമ്പനി 2000-ഓളം കോടി രൂപയുടെ അസറ്റുകളുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് 50 ലക്ഷം രൂപ കൊടുത്ത് ഏറ്റെടുക്കുന്നു. ഇതിലെ യുക്തി ചോദിച്ചാൽ പറയുന്നത് അവർ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ല. ഈ നാഷണൽ ഹെറാൾഡ് ഓൺ ചെയ്യുന്ന യങ് ഇന്ത്യ, ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള യങ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് ഒരു പൈസ പോലും എടുത്ത് ചെലവാക്കിയിട്ടില്ല. അതൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം വളരെ വ്യക്തമാണ്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ 2000 കോടി രൂപയുടെ ഒരു ആസ്തിയുള്ള ഒരു കമ്പനി എങ്ങനെ 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു? അതാണ് അവിടുത്തെ ചോദ്യം. അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതിനുള്ള മറുപടിയാണ് തരേണ്ടത്. പകരം ഞങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ വാങ്ങിച്ച ആള് അതിൽ നിന്ന് പൈസയൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതല്ല. അത് വേറൊരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ മറുപടി പറയാം. അപ്പം
ഇവിടെ സംഭവിക്കുന്നത് അരി എത്ര എന്നുള്ള ചോദ്യത്തിന് പയർ അഞ്ഞാഴി എന്നുള്ള മറുപടിയാണ്. ശരിക്കു പറഞ്ഞാൽ ഇത് ഇന്നലെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെയുള്ള ചർച്ചകളിൽ ഈ ഒരു വിഷയം പലരും ഇതൊരു പരിഹാസപൂർവമാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. കാരണം ചോദ്യത്തിന്റെ ഉത്തരവാകുന്നില്ല. ഇത് ഇതിന് പറയുന്ന ഇതൊരു ഇമോഷണൽ റിപ്ലൈ ആണ്. അതായത് നമ്മളിപ്പം ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത ആൾ ചെയ്തോ ഇല്ലയോ എന്നുള്ള ആ തെറ്റ് ചെയ്ത ആളിന്റെ ചരിത്രം പറഞ്ഞിട്ട് തെറ്റ് ചെയ്ത ആൾ ഇന്ന കുടുംബത്തിലെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് ക്ഷമിക്കാം, തെറ്റ് ചെയ്ത ആൾ ഇന്ന ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെയുള്ള പ്രതിഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. ഇവിടെ ഇന്നലെ ഒരു പത്രപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചത്, നിങ്ങൾ പോയിട്ട് ഒരു ബാങ്കിൽ നിന്ന് നോട്ടായിട്ട് കൊള്ളയടിക്കുന്നതിന് പകരം സേഫ് ഉൾപ്പെടെ ക്യാഷ് സൂക്ഷിച്ചിരിക്കുന്ന അലമാരി തന്നെ പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ പണം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന്. പക്ഷെ ആ പണം എല്ലാം ഉൾപ്പെടുന്ന അലമാരിയോടെ നിങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ്. അതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ഒരു പത്രപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ മറ്റൊരുപാട് കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ യങ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഹരിയാന സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഭൂമി നിയമപരമായിട്ടാണോ അനുവദിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഇടപാടുകളിൽ മണി ലോണ്ടറിങ്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ അവിടുത്തെ മറുപടി എന്ന് പറയുന്നത് ഗാന്ധി കുടുംബം, അതായത് ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് വേണ്ടി വെടിയേറ്റ് കൊല്ലപ്പെട്ടു, രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചു, ഇതൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് അവരുടെ അനന്തര തലമുറയ്ക്ക് അഴിമതിയിൽ ഏർപ്പെടാമെന്നോ അല്ലെങ്കിൽ നിയമം ദുർവിനിയോഗം ചെയ്യാമെന്നോ സ്വാധീനം ഉപയോഗിച്ച് പൊതുസമ്പത്ത് സ്വായത്തമാക്കാമെന്നോ എന്നൊന്നും അർത്ഥമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെയോ സ്വാതന്ത്ര്യ സമരത്തിലുള്ള റോളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ ത്യാഗമോ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ, അതീവ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളെ, നിയമലംഘന ആരോപണങ്ങളെ, കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളെ, ഇതിനെയൊക്കെ വഴിതിരിച്ചു വിടാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശരിക്കു പറഞ്ഞാൽ ഈ കോൺഗ്രസ് നേതാക്കൾ, ഞാൻ മുമ്പേ പറഞ്ഞ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ, ദിഗ്വിജയ് സിംഗ് ആവട്ടെ, ഇമ്രാൻ പ്രതാപ് ഘടി ആകട്ടെ, അല്ലെ പവൻ ഖേഡ ആകട്ടെ, ഇവരുടെയൊക്കെ ഒരു ഡിഫൻസ് എന്തിന്, നമ്മുടെ ഷമാ മുഹമ്മദിന്റെ വരെ ഡിഫൻസ് നമ്മൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഈ അലറി വിളിക്കുന്നതും ഈ കരച്ചിലും അതുപോലെ തന്നെ ഈ പരാതി പറച്ചിലും ഇതൊന്നുമല്ല, ചോദ്യങ്ങളുടെ മറുപടിയാണ് ഇവിടെ ആവശ്യം. ശരിക്കു പറഞ്ഞാൽ ദൗർഭാഗ്യവശാൽ നെഹ്റു കുടുംബത്തിന്റെ ലോയലിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തികളൊക്കെ കൂടെ നെഹ്റു കുടുംബത്തിന്റെ ഒരുപാട് അറിയപ്പെടാത്ത പ്രവൃത്തികളെ അല്ലെങ്കിൽ നിയമലംഘനങ്ങളെ അല്ലെങ്കിൽ അഴിമതികളെ വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് CPM-ന്റെ ഭാഗത്തു നിന്ന് കണ്ടു. അപ്പോൾ അവര് അതായത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ ഒരുപാട് ആരോപണം കേരളത്തിൽ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ CPM-കാര് തിരിച്ച് മറ്റൊരു മരുമകനെ ചൂണ്ടിക്കാണിക്കുന്നു. അത് റോബർട്ട് വാദ്രയാണ്. അപ്പോൾ റോബർട്ട് വാദ്ര ഏതെല്ലാം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, എന്തെല്ലാം ദുരൂഹ സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടക്കുന്നത്. അതായത് റോബർട്ട് വാദ്രയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി ദുരൂഹമായ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് ദുരൂഹമായിട്ട് മരണപ്പെടുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മൂന്നാമത് ഒരു മരണവും ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. ഇപ്പോഴും അമ്മ മാത്രം ജീവിച്ചിരിക്കുന്നു. ഇതെന്താണ് ചർച്ച ചെയ്യപ്പെടാത്തത്? അല്ലെങ്കിൽ റോബർട്ട് വാദ്രയ്ക്ക് DLF 50 കോടി രൂപയുടെ പലിശയില്ലാത്ത ലോൺ കൊടുക്കുന്നു. അത് ഒരു സ്വകാര്യ കമ്പനി വേറൊരു വ്യക്തിക്ക് എന്തിനാണ് പലിശയില്ലാത്ത ലോൺ കൊടുക്കുന്നത്? അല്ലെങ്കിൽ റോബർട്ട് വാദ്രയ്ക്ക് ഹരിയാന സർക്കാർ അനധികൃതമായിട്ട് ഭൂമി അനുവദിക്കുന്നു, അദ്ദേഹത്തിന്റെ അസറ്റുകളെ. അപ്പൊ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കോൺഗ്രസ് നെഹ്റു കുടുംബത്തെ പ്രതിരോധിക്കാൻ ആയുധമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതാണ്ട് മഹാഭാരത യുദ്ധഭൂമിയിൽ കർണന് കവചകുണ്ടലങ്ങളും നഷ്ടപ്പെട്ട് ഒടുവിൽ ആയുധം രഥത്തിൽ വെച്ചിട്ട് തേരിന്റെ ചക്രം പൊക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് അർജുനൻ കർണന് നേരെ അമ്പ് തൊടുക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലാണ് നെഹ്റു കുടുംബം, അതായത് സോണിയ കുടുംബം നിൽക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരുടെ പ്രതിരോധം അവരെ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കുഴപ്പത്തിലാക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ശേഷിയുള്ള ഏതെങ്കിലും ലോയലിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ
പിന്നെ ചോദ്യങ്ങളൊക്കെ വഴിതിരിച്ചു വിടാനും ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാനും അവർക്ക് കഴിയും. പക്ഷെ ഇത് പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഒരു പ്രതിരോധ ശൈലി എന്ന് പറയുന്നത് ഈ പറയുന്ന ത്യാഗങ്ങളുടെ ചരിത്രം എടുത്ത്, ത്യാഗമൊക്കെ ഇവിടെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ അറിയപ്പെടാത്ത ത്യാഗം ചെയ്ത എത്രയോ വ്യക്തികളുണ്ട്, ലക്ഷക്കണക്കിന് പോരാളികളുണ്ട്. അല്ലെങ്കിൽ ഭഗത് സിംഗിനെ പോലെയും രാജ്ഗുരുവിനെ പോലെയും ചന്ദ്രശേഖർ ആസാദിനെ പോലെയൊക്കെ ജീവൻ ബലി കഴിച്ച എത്ര പേരുണ്ട്, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ത്യാഗം ഒരു കുടുംബത്തിന്റെ കുത്തകയല്ല, ഇതൊരു ഫ്യൂഡൽ മനോഭാവമാണ്. അതായത് ഞങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളിലേക്കാണ് കോൺഗ്രസിലെ പിന്നെ ലോയലിസ്റ്റുകൾ നടത്തുന്ന ഈ പറയുന്ന പ്രതിരോധം സോണിയയെയും കുടുംബത്തെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കോടതിയിൽ കേസ് നടക്കുകയാണ്, അതിന്റെ വിധി വരട്ടെ, അത് വേറൊരു വിഷയം. ഞാനിപ്പോൾ തൽക്കാലം അതല്ല ചർച്ച ചെയ്തത്. ഞാൻ പറഞ്ഞത് ഈ പിന്നെ ആഖ്യാനങ്ങളും അതായത് നാറേറ്റീവ്സും പബ്ലിക് ഡിസ്കോഴ്സും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കാണുന്നത് ഗാന്ധി നെഹ്റു കുടുംബത്തിനെതിരായിട്ടാണ്. പ്രതിപക്ഷത്ത് മറ്റു കക്ഷികൾ ആരും തന്നെ അവരെ പ്രതിരോധിക്കാൻ വരുന്നില്ല. കോൺഗ്രസിലെ ലോയലിസ്റ്റുകളാകട്ടെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നട്ടം തിരിയുകയാണ്. എന്തായാലും ശരി, ഇതൊരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലും ദുരിതത്തിലുമായിരിക്കുകയാണ് ഈ കേസ് ചാർജ് ഷീറ്റിൽ പേര് ഉൾപ്പെടുത്തിയതിനു ശേഷം സോണിയ കുടുംബം. ഇതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.